സ്റ്റോളൻ കരൺ തേജ്പാൽ സംവിധാനം ചെയ്ത് അഭിഷേക് ബാനർജി, മിയ മെയിൽസർ, ശുഭം വർദ്ധൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ വന്ന ഈ ഹിന്ദി ക്രൈം ഡ്രാമ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒരു മോഷണത്തിന്റെ കഥയാണിത്. രാജസ്ഥാനിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ അടുത്ത് രണ്ട് സഹോദരന്മാർക്ക് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഭീകര അനുഭവമാണ് ഈ സിനിമ പറയുന്നത്. ഒറ്റ വാക്കിൽ കിടിലം പടമാണ്. വളരെ റോ ആയിട്ടുള്ള, കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. 1.5 മണിക്കൂർ മാത്രം കണ്ട് ഇതിന്റെ ലെങ്ത് ഉള്ളൂ. പക്ഷെ ഒരു വലിയ യുദ്ധം കഴിഞ്ഞ ഒരു ഫീലാണ് പടം കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുക. ശക്തമായ സ്ക്രീൻ പ്ലേ തന്നെയാണ് ഇതിന്റെ മെയിൻ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. ലേഡ് ആയിട്ടുള്ള തിരക്കഥയാണ്, നല്ല ക്യാരക്ടർ ഡിസൈൻ ആണുള്ളത്. കുറെ രംഗങ്ങളിൽ നമ്മളെ വല്ലാതെ ടെൻഷൻ അടിപ്പിക്കുകയും ചെയ്യും, അതേസമയം ചിലയിടങ്ങളിൽ കുറേയധികം നമുക്ക് ആശ്വാസം തോന്നുകയും ചെയ്യും. അങ്ങനെയാണ് ഈ പടം. ആദ്യം മുതൽ തന്നെ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന സിനിമ, നമ്മളെ പിടിച്ചിരുത്തുന്ന എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ്. ഒപ്പം നല്ല മേക്കിങ്ങും ഗംഭീര പെർഫോമൻസും പടത്തിന്റെ പോസിറ്റീവുകളാണ്. ഈ ക്ലാസ് ഡിഫറൻസിന്റെ അല്ലെങ്കിൽ സാമ്പത്തികവും സാമൂഹികവുമായിട്ട് താഴേക്കിടയിലുള്ള മനുഷ്യരെ ആളുകൾ കാണുന്ന ആ ഒരു രീതിയെക്കുറിച്ചും പണത്തേക്കാൾ മനുഷ്യത്വത്തിനുള്ള പ്രാധാന്യവും ഒക്കെ സിനിമ പറയുന്നുണ്ട്. അതേസമയം തന്നെ നമ്മൾ അല്പം നന്മ കാണിച്ചാൽ തിരിച്ച് നമുക്ക് കിട്ടുന്നത് ഭീകരമായിട്ടുള്ള അനുഭവങ്ങളാകുമോ എന്നൊരു ഭയം കൂടി സമ്മാനിക്കുന്നുണ്ട് സിനിമ. ഒരു ക്രൈം ഡ്രാമ ആയിട്ട് തുടങ്ങി ഒരു സർവൈവൽ ത്രില്ലറിലേക്കുള്ള പടത്തിന്റെ പോക്ക്, ആ ഒരു യാത്ര കിടുവാണ്. പെർഫോമൻസ് എല്ലാവരുടെയും മികച്ചതായിരുന്നു. ഗൗതം ബൻസാൽ ആയിട്ട് വരുന്ന അഭിഷേക് ബാനർജി ആദ്യമൊക്കെ നമുക്കൊരു ഊളായിട്ട് തോന്നും, അല്ല ഒരു ഊള ക്യാരക്ടറാണ് ശരിക്കും. പക്ഷെ പിന്നീട് ആ ക്യാരക്ടറിന് ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ ഒക്കെ പക്കായിട്ടാണ് അഭിഷേക് ചെയ്തേക്കുന്നത്. അത്രയ്ക്കും കൺവിൻസിംഗ് ആയിരുന്നു പെർഫോമൻസ്. കിടലിനായിട്ടുണ്ട്. പിന്നെ ജുംബ ആയിട്ട് വന്ന മിയ മെയിൽസർ, എൻ്റെ അമ്മ എന്തൊരു പെർഫോമൻസ് ആണ് പുള്ളിക്കാരി. വളരെ റോ ആയിട്ടുള്ള, ഇന്റൻസ് ആയിട്ടുള്ള പ്രകടനമാണ്. ഒരു നാഷണൽ അവാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവാർഡും എടുക്കാനുള്ള ഒരു റോള് തന്നെയായിരുന്നു അത്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടം തോന്നുന്ന വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഈ പടത്തിലെ ഒരു ക്യാരക്ടറാണ് അനിയനായിട്ട് വന്ന, അല്ലെങ്കിൽ രമൻ എന്ന ക്യാരക്ടറായിട്ട് വന്ന ശുഭം വർദ്ധനും. പുള്ളിക്കാരൻ കിടുവായിരുന്നു. ബാക്കി പോലീസായിട്ട് വന്ന അഭിനേതാക്കളും എല്ലാവരും കൊള്ളാം. ഇതിന്റെ സിനിമാറ്റോഗ്രഫിയും കിടുവാണ്. സിംഗിൾ ഷോട്ട് ചില സീൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ലൊക്കേഷൻ, അതുപോലെ ക്യാമറ മൂവ്മെന്റ്സ് ഒക്കെ. ഇഷാൻ ഘോഷും സച്ചിൻ എസ് പിള്ളയുമാണ് ഇതിന്റെ ക്യാമറ. ശ്രേയസ് ബെൽറ്റാങ്കടിയാണ് ഇതിന്റെ എഡിറ്റർ. എനിക്കിതിൽ വലിയ നെഗറ്റീവ് ഒന്നും ഫീൽ ചെയ്തില്ല. ക്ലൈമാക്സ് പിന്നെ ഒന്ന് പെട്ടെന്ന് ഓടിച്ച് തീർത്ത പോലെ ഒരു വളരെ റഷ് ആയിട്ടുള്ള ഒരു ഫീല് ചെറുതായിട്ട് തോന്നിയെന്ന് മാത്രം. സോ ആകെ മൊത്തം ടോട്ടലിൽ ഒരു മികച്ച ക്രൈം ഡ്രാമ സർവൈവൽ ത്രില്ലറാണ് ഈ സിനിമ. സോ ഞാനിത് റെക്കമെൻഡ് ചെയ്യുകയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പടം. ആമസോൺ പ്രൈം വീഡിയോയിലാണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നത്. ഹിന്ദി ഭാഷ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഹിന്ദിയിൽ തന്നെ കാണുന്നതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. ഈ പടം 2 വർഷം മുമ്പ്, അതായത് 2023 ാണ്ട് ചെയ്ത ഒരു സിനിമയാണ്. കുറെ ഫിലിം ഫെസ്റ്റിവൽസിലൊക്കെ പ്രദർശിപ്പിച്ചു. പക്ഷെ തിയേറ്ററിലൊന്നും റിലീസ് ഉണ്ടായില്ല. ഇപ്പോഴാണ് ഇത് OTT റിലീസ് ആവുന്നത്. ഇതൊക്കെയാണ് ശരിക്കും തിയേറ്ററിൽ റിലീസ് ആവേണ്ട പടം. ഈ ബോളിവുഡിലെ 1000 കോടി ചെലവാക്കി വരുന്ന സൂപ്പർ സ്റ്റാറുകളുടെ കോമാളി കൂതറ പടങ്ങളൊന്നുമല്ല. ഇതൊക്കെയാണ് ഹിന്ദിയിലെ റിയൽ ജെംസ് എന്ന് പറയാം. സോ നിങ്ങൾ മിസ് ചെയ്യരുത്. 1.5 മണിക്കൂർ മാത്രമേ ഇതിന് റൺ ടൈം ഉള്ളൂ. 18+ ഒന്നുമല്ല. പക്ഷേ കുറെ ഭീകരത, ആൾക്കൂട്ട ആക്രമണ സീനുകളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളെ കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സോ ഈ മോഷണം ത്രില്ലടിപ്പിക്കും, ചിന്തിപ്പിക്കും, നിങ്ങളെ ഹോണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പടം കണ്ടുള്ളവരാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.